നടൻ കൃഷ്ണകുമാറിന്റെ മകളും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ദിയ കൃഷ്ണയുടെ ഉടമസ്ഥതയിലുള്ള ഓബയോസി എന്ന സ്ഥാപനത്തിൽ നടന്ന സാമ്പത്തിക തട്ടിപ്പ് കേസിൽ 2 പ്രതികൾ ക്രൈംബ്രാഞ്ച് പോലീസിന് മുന്നിൽ കീഴടങ്ങി. സ്ഥാപനത്തിലെ ജീവനക്കാരായിരുന്ന വിനീത, രാധാകുമാരി എന്നിവരാണ് ഇന്ന് ഉച്ചയോടെ തിരുവനന്തപുരത്തെ ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തി കീഴടങ്ങിയത്. ഈ കേസിൽ 3ാമത്തെ പ്രതിയായ ദിവ്യ ഇപ്പോഴും ഒളിവിലാണ്. ഓബയോസി എന്ന സ്ഥാപനത്തിൽ നിന്ന് 69 ലക്ഷം രൂപയോളം തട്ടിയെടുത്തെന്നായിരുന്നു ദിയ കൃഷ്ണയുടെ പരാതി. സ്ഥാപനത്തിലെ ജീവനക്കാരായ വിനീത, ദിവ്യ, രാധാകുമാരി എന്നിവർ ചേർന്ന് സ്ഥാപനത്തിലേക്ക് എത്തേണ്ട പണം QR കോഡ് വഴി സ്വന്തം ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് മാറ്റിയെന്നാണ് ദിയ ആരോപിച്ചത്. ഈ പരാതി ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തതോടെ അന്വേഷണം ഊർജിതമാവുകയും ഇത് പ്രതികളെ സമ്മർദ്ദത്തിലാക്കുകയും ചെയ്തു. പോലീസ് അന്വേഷണം ശക്തമാക്കിയതോടെ 3 പ്രതികളും ഒളിവിൽ പോവുകയായിരുന്നു. തുടർന്ന് ഇവർ മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ചു. വിനീതയും രാധയും ആദ്യം തിരുവനന്തപുരം ജില്ലാ കോടതിയിൽ ജാമ്യാപേക്ഷ നൽകിയെങ്കിലും അത് തള്ളി. ഇതേ തുടർന്ന് ഇവർ ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതിയിലും ഇവർക്ക് തിരിച്ചടിയുണ്ടായി. കഴിഞ്ഞ ദിവസം കേസ് പരിഗണിച്ച ഹൈക്കോടതി പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുകയായിരുന്നു. കേസിൽ പ്രതികളെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്ന് പോലീസ് കോടതിയെ അറിയിച്ചിരുന്നു.